ഹായ്, എൻ്റെ പേര് യശ്വന്ത്. ഞാനിവിടെ കൊല്ലത്താണ് എൻ്റെ വീട്. ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ വർക്കലയിലൊരു റിസോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ 2 വർഷത്തിനിടയിലാണ് ഇത് സംഭവിച്ചത്. അപ്പം നമുക്ക് ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും മറ്റുള്ളവരെ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് താടി ഉണ്ടല്ലോ, മുടി എവിടെ പോയി, മുടിയില്ലല്ലോ, താടി വന്നുകൊണ്ടാണ് മുടി പോയത് എന്നൊക്കെ അറിയാം. അപ്പം വളരെയധികം ചില സമയങ്ങളിൽ വിഷമം തോന്നിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഇവിടെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് അവൻ്റെ ഹെയറിനകത്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് ഡോക്ടറുമായിട്ടൊന്ന് സംസാരിച്ച് ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. നമുക്കപ്പം 2 ദിവസത്തെ പ്രൊസീജിയറാണ് വരുന്നത്. ഫസ്റ്റ് പ്രൊസീജിയർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഒരുപാട് നോക്കിയ നെറ്റിലും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു. അപ്പം അവരൊക്കെ നല്ല റിസൾട്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. എയറോക്രാഫ്റ്റിനെ പറ്റി ഒരുവിധം എല്ലാവരും നല്ല റിസൾട്ടുകൾ പറഞ്ഞത് കൊണ്ടാണ് എനിക്കിത് ചെയ്യാനുള്ള താല്പര്യം തോന്നിയത്. അപ്പം ഇന്ന് ഫസ്റ്റിൻ്റെ പ്രൊസീജിയർ ഇന്ന് സ്റ്റാർട്ടാകും. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം. ഹായ്, എൻ്റെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ OT കയറിയതിന് ശേഷം എനിക്ക് ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷേ സിസ്റ്റർമാരും ഡോക്ടർമാരും എല്ലാം നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. എയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് നമ്മൾ വലുതായിട്ട് അറിയാത്ത പോലുമില്ല. അത്രയ്ക്കും പെയിൻ കുറവാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞ് വൈകിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് മെഡിസിൻ തന്നു. മെഡിസിൻ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാ കാര്യങ്ങളും നമ്മളടുത്ത് പറഞ്ഞു തരികയും നമ്മളുടെ ഓരോ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ ചെയ്തു തരികയും നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം നാളെ സെക്കൻഡ് ഡേയിൽ കാണാം. ഹായ്, ഇന്നലെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. ഇന്നലെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. രാവിലെ ഡോക്ടർമാർ വന്നു, ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ആദ്യം പെയിൻ കില്ലർ തന്നപ്പോഴത്തേക്ക് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. പിന്നീട് അതങ്ങ് മാറി. പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറേ നേരം ചെയ്തു. നല്ല രീതിയിൽ ഡോക്ടർമാരുടെ സഹകരണവും നഴ്സുമാരുടെ സഹകരണവും സിസ്റ്റർമാരുടെ എല്ലാം ഉണ്ടായിരുന്നു. അത് വേദനയൊന്നുമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 മണി 6 മണി സമയത്ത് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ നേരം മെഡിസിനൊക്കെ തന്നു. മെഡിസിനെല്ലാം കഴിഞ്ഞു. വീട്ടിൽ കൊണ്ടുപോയി. വീട്ടുകാർക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. കൂളായിട്ട് ഞാൻ തന്നെ നിന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഒരു 8:30-9 മണിയായപ്പോഴത്തേക്ക് ഫുഡെല്ലാം കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മെഡിസിനും കഴിച്ചു. മെഡിസിൻ കഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് ഉറങ്ങാൻ പറ്റി. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ കിടക്കുമ്പോഴത്തേക്ക് നേരെ സ്റ്റഡിയായിട്ട് കിടക്കാൻ തന്നെ പറഞ്ഞു. നമ്മളൊരു സൈഡിൽ നിന്ന് എടുത്തത് കൊണ്ട് ആ സൈഡിലോട്ട് 2 സൈഡിലോട്ടും തിരിഞ്ഞ് കിടക്കണ്ട, നേരെ തന്നെ സ്റ്റഡിയായിട്ട്. അതിനകത്തൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഉറക്കത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഓക്കെ ആയിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു, ഫ്രഷായി. ഇവിടെ ഒരു 8 മണിയായപ്പോൾ ഞാനിവിടെ വന്നു. ഇപ്പം അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് പോവുകയാണ്. അപ്പം കാണാം. ഹായ്, ഇന്ന് എൻ്റെ 2ാമത്തെ പ്രൊസീജിയറും കഴിഞ്ഞിരിക്കുകയാണ്. നല്ല രീതിയിലായിരുന്നു പ്രൊസീജിയറെല്ലാം കഴിഞ്ഞത്. ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. പെയിൻ ഇന്നും വളരെ കുറവായിരുന്നു. അങ്ങനെ പെയിൻ ഇല്ലാതെ തന്നെ പറയാം. എനിക്കിങ്ങനെ വലിയ പെയിൻ എടുത്തില്ലായിരുന്നു. അങ്ങനെ വൈകിട്ടൊരു 5 മണിയായപ്പോഴത്തേക്ക് പ്രൊസീജിയറെല്ലാം കഴിഞ്ഞു. ഹെയറെല്ലാം ഇതാണ് ഇപ്പം ഇതേ കണക്കാണ് വെച്ച് തന്നേക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഹെയർ ചെയ്ത് തന്നേക്കുന്നത്.
വളരെ നല്ല രീതി തന്നെ. ഇപ്പം എൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം വളരെ കൂളാണ് ഞാൻ. ഇനി ഇത് കഴിഞ്ഞ് മെഡിസിൻ എല്ലാം തന്നിട്ടുണ്ട്. ഞാനിപ്പം ഈ എയറോക്രാഫ്റ്റിൽ വന്ന് മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് പലരും പറഞ്ഞിട്ടുണ്ട് അത് തലയ്ക്ക് ഭയങ്കര കേടായിരിക്കും, അല്ലെങ്കിൽ ഫേസിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ട് വരും, അങ്ങനെ പെയിൻ ആയിരിക്കും, നിങ്ങൾക്ക് 1 മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിരിക്കും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വെറും വാചകം മാത്രമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം അതിനകത്തൊന്നും ഒരു സത്യമില്ല. അപ്പം എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. താങ്ക് യു എയറോക്രാഫ്റ്റ്. ഓക്കെ, ബൈ, സീ യു.